പ്രിന്റ് സൂചിപ്പിച്ചതുപോലെ കശ്മീരിലെ നിലവിലെ സാഹചര്യം അത് മുൻപത്തെ പോലെ അത്ര കണ്ട് ഭീതിതമായിരുന്നില്ല എന്നൊരു ആത്മവിശ്വാസം, അതൊരു പക്ഷേ അമിത ആത്മവിശ്വാസം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഇടപെടലാണോ ഇങ്ങനെ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പ്രിന്റു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പാകിസ്ഥാനിന്റെ ആർമി ചീഫ് ഈ നിലയിൽ കശ്മീരുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തുകയും കശ്മീർ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലയിൽ ഒരു പ്രസംഗം അത് വളരെ സജീവമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നു. അതിന് പിന്നാലെ ദിവസങ്ങൾക്കകമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ പ്രാഥമിക വിവരങ്ങളായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭീകരർ ഇതിനു മുൻപും അവിടെ എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അറ്റാക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്നുള്ള വാക്ക് തന്നെയാണ്. നമ്മുടെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിന് എവിടെയാണ് വീഴ്ച പറ്റിയത്? അല്ല, ഇതിനകത്ത് പൊതുവെ കാശ്മീരിൻ്റെ സിവിലിയന്മാരെ ആക്രമിക്കുന്ന അപൂർവം കേസുകൾ മാത്രമാണ് കാശ്മീരിനകത്ത് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും നോക്കൂ, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് 35 ലക്ഷം പേരാണ് 2024 മാത്രം കാശ്മീർ സന്ദർശിക്കാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നടക്കും 10,000-കണക്കിന് ആളുകളാണ് കാശ്മീരിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടൂറിസം മേഖലയിൽ ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘങ്ങൾ സിവിലിയന്മാരെ ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് കരുതി കാണില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ സമയത്തും ഈ കാശ്മീരിലെ ജനതയാണ് ഈ ടൂറിസത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. അവരെല്ലാ കാലഘട്ടത്തിലും തോക്കിൻ്റെയോ വാൾമുനയിലോ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാനത്തിനപ്പുറത്തേക്ക് തന്നെ അവിടുത്തെ ജനത സ്വയം സമാധാനത്തിലേക്ക് വരികയും അവിടെ സ്വാഭാവികമായ വികസന പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭീകരവാദികൾക്ക് IS-നും അതുപോലെ തന്നെ പാകിസ്ഥാനും കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ കാശ്മീരിന്റെ ശാന്തി തകർക്കണം, ഐക്യവും അഖണ്ഡതയും തകർക്കണം. അതോടൊപ്പം തന്നെ അവർ കൃത്യമായിട്ട് ഇന്നലത്തെ പദ്ധതി ഈ രാജ്യത്താകമാനം വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായ മതത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർ ചോദ്യം ചെയ്യുന്നു. അവരുടെ ഉദ്ദേശം അതായിരുന്നു, ഈ രാജ്യത്ത് കലാപം ഉണ്ടാകണം, കാശ്മീരിന്റെ ശാന്തി തകർക്കണം, അതുപോലെ കാശ്മീരിലേക്കുള്ള ഇനിയുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ തടയണം. അപ്പൊ കൃത്യമായ ഒരു പദ്ധതിയാണ് IS-ഉം പാകിസ്ഥാനും ലഷ്കർ-ഇ-ത്വയ്ബയും തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായി അഖണ്ഡതയോടെ ഐക്യതയോട് കൂടിയിട്ട് നമ്മൾ അവരെ നേരിടണം. കാരണം അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെയും കണ്ടെത്തുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളുടെയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. പ്രിന്റു മഹാദേവ്.